നമസ്കാരം ചങ്ങായിമാരെ. ഇത് ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ഐസ്ലാൻഡ് ഒന്നല്ല കേട്ടാ, നമ്മുടെ സൗദി അറേബ്യയിലാണ് ഈ കാണുന്നത്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സൗദി അറേബ്യ ഇതേപോലെ ഐസിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. സൗദിയിലെ തബൂക്ക് മേഖലയിലും ജബൽ അല്ലോസ് മേഖലയിലുമാണ് ഈ ഒരു കൊടും തണുപ്പ് അനുഭവപ്പെടുന്നത്. സാധാരണയായി കടുത്ത ചൂടും വരണ്ട കാലാവസ്ഥയുള്ള ഈ ഒരു സൗദി അറേബ്യയിലെ ഈ ഒരു കാഴ്ച ശാസ്ത്രലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. സൗദിയിലെ ഈ ഒരു പ്രദേശത്തുണ്ടായ താഴ്ന്ന വായുമർദ്ദവും ശക്തമായ കാറ്റുമാണ് ഈ ഒരു കാലാവസ്ഥയുടെ വ്യത്യാസത്തിന് കാരണമെന്നാണ് പറയുന്നത്. ശക്തമായ ഈ ഒരു കാറ്റിന് പിന്നാലെ ഈ ഒരു പ്രദേശം മൊത്തം ഒരു ഈർപ്പമായി മാറി. പിന്നീട് കാണുന്നത് മഞ്ഞിൽ പുറഞ്ഞൊരു സൗദി അറേബ്യയാണ്. പ്രകൃതിയുടെ വികൃതി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്നത് ഒരു സന്തോഷക്കാഴ്ചയല്ല, എന്തൊക്കെയോ വരാനിരിക്കുന്നു എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഡിസംബർ ജനുവരി സമയമാകുമ്പോൾ നോർമലി ഐസ്ലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്ത് മഞ്ഞുകൊണ്ട് മൂടപ്പെടുന്ന രാജ്യമാണ്. അതായത് 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും അവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ. ഈ ഒരു സമയത്ത് 19.5 ഡിസംബർ മാസത്തിലുണ്ടായിരുന്ന താപനില. അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സൗദിയിൽ ഉണ്ടാവേണ്ട ചൂട് ഐസ്ലാൻഡിൽ മഞ്ഞ് വീഴേണ്ടത് സൗദിയിലും സംഭവിച്ചിരിക്കുന്നു. മഞ്ഞ് പുതച്ചേക്കുന്ന ഈ ഒരു സമയത്ത് സൗദി അറേബ്യയിലെ ഒട്ടകങ്ങളെ കാണാം. അവ നിശ്ചലമാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയാതെ നിൽക്കുന്ന ഒട്ടകങ്ങൾ. സാധാരണയായി നമ്മൾ മഞ്ഞ് പ്രദേശമുള്ള രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കുതിരകളൊക്കെ കാണാറുണ്ട്. എന്നാൽ ഒട്ടകങ്ങളെ ഈ ഒരു മഞ്ഞിൻ പ്രദേശത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഈ ഒരു പുതുവർഷ സമയത്ത് 2025 നിന്നും 26 പോകുമ്പോൾ നമ്മുടെ ഈ ലോകത്തിന് എന്തു സംഭവിച്ചു? മരുഭൂമിയിലെ മഞ്ഞ് വീഴ്ച കാണുമ്പോൾ ഒരു സന്തോഷമാണെങ്കിലും ഈ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണോ? ഇതിനുത്തരം നമ്മൾ പറയണം. ഈ ഒരു ഭൂമിയെ, ഈ ഒരു പ്രപഞ്ചത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരായ നമ്മൾ.